ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. തക്കാളി കൃഷി ചെയ്യുന്ന പലർക്കും ഉണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് തക്കാളിയിൽ ഒരുപാട് പൂവ് ഉണ്ടാവും, പക്ഷെ പൂക്കളെല്ലാം കായായി മാറില്ല, കുറെ പൂവൊക്കെ കൊഴിഞ്ഞു പോകും. ഇത് പലർക്കും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. ചിലർക്ക് തക്കാളി ചെടിയിൽ ഒരൊറ്റ കായ പോലും ഉണ്ടാവാതെ എല്ലാ പൂവും കൊഴിഞ്ഞു പോകുന്നതും കാണാറുണ്ട്. അപ്പോൾ തക്കാളി ചെടിയിൽ പൂവ് കൊഴിഞ്ഞു പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമാണ് പരാഗണം ശരിക്കും നടക്കാത്തത്. അപ്പോൾ പരാഗണം ശരിക്കും നടന്നിട്ടില്ലെങ്കിൽ തക്കാളി ചെടിയിൽ പൂക്കൾ ഉണ്ടാവും, പക്ഷേ ആ പൂക്കളെല്ലാം കായായിട്ട് മാറില്ല. അപ്പോൾ കായായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ആ പൂക്കളെല്ലാം പരാഗണം നടക്കണം. ഈ പരാഗണം നടക്കുന്ന സാധാരണയായിട്ട് പൂമ്പാറ്റകളും മറ്റു പ്രാണികളും ചെറുതേനീച്ചകളും എല്ലാം വന്നിട്ട് തേൻ കുടിച്ച് കഴിയുമ്പോഴാണ് ഇതിൽ പരാഗണം നടക്കുക. അങ്ങനെ പരാഗണം നടന്നു കഴിയുമ്പോഴാണ് ഈ പൂക്കളെല്ലാം കായായിട്ട് മാറുകയും ചെയ്യുക. അപ്പം ഇങ്ങനെ തേനീച്ചകളുടെ മറ്റ് പ്രാണി അഭാവം കാരണം നമ്മുടെ ചെടിയിലെ പൂമ്പൊടി ശരിക്കും പരാഗണം നടക്കാതെ വരികയും ആ പൂവിൽ പരാഗണം നടക്കാത്ത കാരണം പൂ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ പരിഹരിക്കാം. നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് പ്ലാന്റ്സൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പരിഹരിക്കാം. തക്കാളി പൂവിട്ട ശേഷം നമ്മളൊരു 9 മണി 10 മണി ആയ സമയത്ത് നമ്മൾ വന്നിട്ട് ചെടിക്ക് ഡാമേജ് പറ്റാത്ത രീതിയിൽ നമ്മൾ ചെടി പിടിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ചെടിക്ക് ഡാമേജ് പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെടിയുടെ ശാഖകൾ ഒടിയരുത്, പൂക്കൾക്ക് ഡാമേജ് പറ്റരുത്. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ പൂക്കളിലെല്ലാം പൂമ്പൊടിയെല്ലാം നല്ലപോലെ ശരിക്ക് നന്നായിട്ട് പരാഗണം നടക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ആ പൂവൊന്നും കൊഴിഞ്ഞു പോകാതെ ആ പൂക്കളെല്ലാം കായായിട്ട് മാറി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ചെടിയിൽ പരാഗണം നടക്കാത്തൊരു പ്രശ്നം കൊണ്ടാണ് കായ ഉണ്ടാകാത്തതെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പരിഹരിച്ചു കൊടുക്കാം. മറിച്ച് നമ്മുടെ ഏരിയയിൽ ഒരുപാട് ചെറുതേനീച്ച കോളനി ഉള്ള ഒരു ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തട്ടി കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവറ്റകൾ രാവിലെ തന്നെ വന്നിട്ട് അവർ തന്നെ പരാഗണം ചെയ്യും. ഇനിയും കായ വരുന്നില്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോ വിശദമായിട്ട് പറയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.